അന്നും ഇന്നും എന്ന കഥയുടെ ബാക്കി ഭാഗം. പിന്നീട് പൈസ അടച്ചാൽ മതിയെന്ന് സാറ് പറയും. പണ്ടൊക്കെ സ്കൂൾ വിടുന്ന സമയത്താണ് കൂടുതൽ മഴ. അന്ന് മറ്റു കുട്ടികളുടെ മുൻപിൽ വെച്ച് ഒരുപാട് അപമാനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കൂടെ പഠിക്കുന്ന അടുത്തുള്ള സുനിതയുടെ കൂടെ പ്രതീക്ഷിച്ച് നിൽക്കും. ആ കുട്ടിക്കാണെങ്കിൽ വലിയ പുച്ഛമാണ്. അവളുടെ വായിലിരിക്കുന്ന പരിഹാസം മുഴുവൻ കേൾക്കണം. സത്യത്തിൽ മുഴുവൻ നനയും. എങ്കിലും മറ്റുള്ളവർ കാണുമ്പോൾ പേരിനൊരു കുടക്കീഴിൽ എന്ന് പറയാം. എൻ്റെ സ്കൂൾ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. ഹൈസ്കൂൾ ജീവിതം കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത് പാരൽ കോളേജിലാണ്. അന്നൊക്കെ സ്കൂളിനോട് ചേർന്ന് +1 ഒന്നും ഇല്ലായിരുന്നു. മിക്കവാറും കുട്ടികൾ പാരൽ കോളേജിനെ ആശ്രയിച്ചാണ് പഠിക്കുന്നത്. അന്നൊക്കെ മുട്ടിന് പാരൽ കോളേജുകളുണ്ട്. നടന്നു വരുന്ന വഴിയുടെ 2 സൈഡിലും ആൺകുട്ടികൾ ഘോഷയാത്ര പോലെ നിൽക്കും. ആരെയും ശ്രദ്ധിക്കാതെ ധൃതിയിൽ നടന്നു പോകും. കുട്ടികൾ പല കമൻറ്റുകളും അടിക്കും. അതൊന്നും കേട്ടില്ലെന്നടിക്കും. കുറച്ച് ദിവസം പറഞ്ഞു കഴിയുമ്പോൾ അവർ സ്വയം നിർത്തും. അമ്മ ആദ്യം തന്നെ ഒരു ക്ലാസ് തന്നാണ് വിടുന്നത്. ആൺകുട്ടികൾ പെൺകുട്ടികളെ കാണുമ്പോൾ പലതും പറയും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. കുറേ നാൾ കഴിയുമ്പോൾ അവർ സ്വയം നിർത്തിക്കോളും. ആ ഒരു മെത്തേഡ് നല്ലതാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇന്ന് വരെ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല, ഒരു ചെറുക്കനും എൻ്റെ അടുത്ത് പ്രേമമാണെന്ന് പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇവന്മാരെ കാണുമ്പോൾ നെഞ്ച് ഇടിക്കും. എങ്കിലും എടുത്തണിഞ്ഞ ഒരു ഗൗരവഭാവം കണ്ടിട്ടാവും ആരും അടുക്കാതിരുന്നത്. അമ്മയുടെ കഷ്ടപ്പാടും സഹോദരങ്ങളുടെ അഭിമാനം, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല. ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ചെറിയ ചിന്തകൾ, പ്രേമം, ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ വികാരത്തെ വിവേകം കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ കടമ്പയും കടക്കാം. ഈ പ്രേമമെന്ന് പറയുന്നത് ഒരു പരിധിവരെ വിവാഹം തുടങ്ങിയ നാളുകളിൽ തന്നെ ഇല്ലാതാകും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തുടങ്ങുമ്പോൾ പ്രേമം പറന്നകലും. അതായത് അറേഞ്ച്ഡ് മാരേജും പ്രേമവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ എതിരാളിയുടെ കുറവുകളൊന്നും കാണില്ല, അവരുടെ നന്മകൾ മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പോൾ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കും. ഒരു 80% പ്രേമവിവാഹങ്ങളും മിക്കവാറും അവർക്ക് മാത്രം അറിയാവുന്ന പരാജയത്തിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ നല്ല രീതിയിലും പോകുന്നുണ്ടായിരിക്കും. ഞാൻ ഡിഗ്രിക്കും പാരൽ കോളേജിനെ ആശ്രയിച്ചാണ്. മെയിൻ പരീക്ഷ കോട്ടയത്ത് പോയി എഴുതും. അത് പാസ്സായി കഴിഞ്ഞപ്പോൾ MSCക്ക് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. തുച്ഛമായ പൈസയെ കയ്യിൽ കാണുകയുള്ളൂ. അതുകൊണ്ട് ഏകദേശം ഒരു 2-2.5 മൈൽ നടന്നു വേണം കോളേജിലെത്താൻ. പോരാത്തതിന് പുസ്തകമില്ല. മറ്റുള്ളവരുടെ പുസ്തകത്തിൽ നിന്നും നോട്ടുകൾ ബുക്കിലെഴുതും. കോളേജിലിരുന്ന് തന്നെ എങ്ങനെയും പഠിക്കണം. അതുമാത്രമായിരുന്നു ചിന്ത. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ കുട്ടികൾക്ക് അറിയുന്നില്ല. സാധാരണ ഒരു ദിവസവേതനക്കാരൻ്റെ മകളാണ് നിമിഷ. അമ്മയും അച്ഛനും തോട്ടം തൊഴിലാളികൾ. ഓർത്താൽ നന്നായി പഠിച്ചൊരു ജോലി എന്ന ലക്ഷ്യം വെച്ച് നീങ്ങാം. പക്ഷേ അവൾക്ക് മറ്റു പലതിലുമാണ് ശ്രദ്ധ. ജനിച്ച് വീഴുമ്പോഴേ കയ്യിൽ ഫോണ്, മുന്തിയ ഡ്രസ്സ്, നല്ല ഭക്ഷണം, എപ്പോഴും വിശ്രമം. അമിത വിശ്രമം നമ്മുടെ ചിന്തകളെ വഴിതെറ്റിക്കും. വിധേയത്വവും വിനയവും അനുസരണ മുതലായ ശീലങ്ങളിൽ നിന്ന് വഴിമാറിയിരിക്കുന്നു കൂടുതൽ പേരും. അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് അവർ അറിയുന്നില്ല. നിമിഷയുടെ അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ ഉപദേശിക്കുകയാണെങ്കിൽ അവൾ പറയും, ആര് പറഞ്ഞു എന്നെ ജനിപ്പിക്കാൻ? ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ആ ചോദ്യത്തിന് ആ പാവങ്ങൾക്ക് ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം അവൾക്ക് കൃത്യമായും കിട്ടിക്കോളും. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ നിന്നും മടങ്ങുന്ന വഴി ഞാൻ ആ കുട്ടിയെ കാണുവാനിടയായി. പഴയ നിമിഷയുടെ പ്രേതമാണെന്ന് തോന്നും. ഉന്മേഷം നഷ്ടപ്പെട്ട മുഖഭാവം. ടീച്ചർ, എന്നെ അറിയില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിമിഷ. ഞാൻ അമ്പരന്നു. കഴുത്തിന് ചുറ്റും നാക്കുണ്ടായിരുന്ന ഊർജ്ജസ്വലയായ പെൺകുട്ടി. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അവൾ ചുരുക്കി അവളുടെ കഥ പറഞ്ഞു. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.